നമസ്കാരം. സാഹിത്യകൃതിയെ മനസ്സിലാക്കാൻ എഴുത്തുകാരൻ്റെ ജീവിതം അറിയണോ, അല്ലെങ്കിൽ വായനക്കാരൻ്റെ വികാരങ്ങൾ പ്രധാനമാണോ? ന്യൂ ക്രിറ്റിസിസം എന്ന സാഹിത്യ വിമർശന പ്രസ്ഥാനം പറയുന്നത് ഇല്ല എന്നതാണ്. ഒരു കൃതിയെ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കൃതി തന്നെയാണ്. ഇപ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എടുക്കുക. അതിൽ ഷേക്സ്പിയറുടെ ബയോഗ്രഫി അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ റീഡ് ചെയ്യുന്ന നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ വെച്ചിട്ടോ അതിനെ വിലയിരുത്തുന്നത് ശരിയല്ല. ആ കൃതിയായിട്ട് മനസ്സിലാക്കുക, അതിലെ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊള്ളുക, ഇവൻസിനെ മനസ്സിലാക്കുക, സെറ്റിംഗ് മനസ്സിലാക്കുക, അതാണ് പ്രാധാന്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാഹിത്യ വിമർശനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ് ന്യൂ ക്രിറ്റിസിസം. 20th സെഞ്ച്വറിയിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വളർന്നു വന്ന ഈ ഒരു അപ്രോച്ച് സാഹിത്യകൃതിയുടെ ക്ലോസ് റീഡിംഗ്, അതായത് സൂക്ഷ്മമായ വായന എങ്ങനെ പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് നോക്കുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ സാഹിത്യകൃതിയെ അതിൻ്റെ ഭാഷ, രൂപം, ഇമേജറി, ഐറണി, സിംബലിസം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പഠിക്കണം. എഴുത്തുകാരൻ്റെ ബയോഗ്രഫിയോ വായനക്കാരൻ്റെ വ്യക്തിപരമായ ഫീലിങ്സോ ഒന്നും അവിടെ പ്രധാനമല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫേമസ് ആയിട്ടുള്ള തിയറിസ്റ്റിനെ: വില്യം എംബേഴ്സൺ, ഐ.എ. റിച്ചാർഡ്സ്, ക്ലെയിൻ ബ്രൂക്സ്, എഫ്.ആർ. ലേവിസ്, വിംസാറ്റ്, ബിയർഡ്സ്ലി, ഐ.എ. റിച്ചാർഡ്സ്, ടി.എസ്. എലിയട്ട്, മെനി അതർ ആർ ദെയർ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇപ്പം നെറ്റ് എക്സാമിന് 1 മന്ത് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഓതേഴ്സും അവരുടെ മെയിൻ വർക്ക്സാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൽ തന്നെ ജെസി റാൻസം, അദ്ദേഹത്തിനെയാണ് കൂടുതലും ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ സ്ഥാപകനായിട്ട് പരിഗണിക്കപ്പെടുന്നത്. കാരണം 1941 അദ്ദേഹം എഴുതിയ ദ ന്യൂ ക്രിറ്റിസിസം എന്ന പുസ്തകമാണ് ഈ പ്രസ്ഥാനത്തിന് പേര് വരാനിടയായത്. പിന്നെയെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലെയിൻ ബ്രൂക്സ് ആണ്. ക്ലെയിൻ ബ്രൂക്സിൻ്റെ ദ വെൽ റോട്ട് ഓൺ, അത് പാരഡോക്സ്, പോയട്രിയിലെ പാരഡോക്സ്, അതായത് വിരുദ്ധപരമായ ആശയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അലൻ ടേറ്റ് ഫോമൽ സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു നടത്തിയിരുന്നത്. പിന്നെ വരികയാണെങ്കിൽ വി.കെ. വിംസാറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷണൽ ഫാലസിയും അഫക്റ്റീവ് ഫാലസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റൻഷണൽ ഫാലസി എന്നത് എഴുത്തുകാരൻ്റെ ഉദ്ദേശം മാത്രം ആശ്രയിച്ച് കൃതിയെ വിലയിരുത്തരുത് എന്ന ആശയമാണ്. അഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് വായനക്കാരൻ്റെ വികാര പ്രതികരണം മാത്രം അടിസ്ഥാനമാക്കി സാഹിത്യത്തെ വിലയിരുത്തുന്നത് തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐ.എ. റിച്ചാർഡ്സിൻ്റെ ക്ലോസ് റീഡിംഗ് രീതിയെ ശക്തമായി സ്വാധീനിച്ച ഒരു പ്രധാന വിമർശകനായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് കാണാം കീ ഐഡിയാസ് എന്ന് പറയുന്ന ക്ലോസ് റീഡിംഗ്, ഫോക്കസ് ഓൺ ഫോം, ഇഗ്നോർ ഓതേഴ്സ് ബയോഗ്രഫി, ഇഗ്നോർ റീഡേഴ്സ് ഇമോഷൻ. അപ്പോൾ അങ്ങനെ ന്യൂ ക്രിറ്റിസിസം സാഹിത്യ പഠനത്തിൻ്റെ ടെക്സ്റ്റിനെ കേന്ദ്രസ്ഥാനത്ത് കൊണ്ടുവരുന്ന ഒരു പ്രധാന